മക്കളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി തയ്യാറായിരിക്കുന്ന വിദ്യാർത്ഥികളെ, ഈശോയുടെ പൊന്നോമന മക്കളെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നത് കരുത്തു നൽകുന്ന വചനങ്ങളാണ്, മനസ്സിന് ധൈര്യം പകരുന്ന വചനങ്ങളാണ്. അപ്പനും അമ്മയും മക്കളും എല്ലാവരും ചേർന്ന് ഒരുമിച്ച് കേൾക്കുമ്പോൾ ഈശോ നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഇതാ ഇന്ന് കർത്താവ് തരുന്ന വചനം ലൂക്കയുടെ സുവിശേഷം 12-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരല്ലേ നിങ്ങൾ. ഈശോ പറയുന്നത് കണ്ടില്ലേ? പ്രകൃതിയിലെ ഭാവങ്ങൾ, രൂപങ്ങൾ മാറുന്നു, ചൂടും വെയിലും ഇങ്ങനെ മാറി മാറി വരുന്നു. എന്നാൽ മാറ്റമില്ലാത്തവനാണ് ദൈവമായ കർത്താവ്. ആ ദൈവമായ കർത്താവാണ് നമ്മോട് പറയുന്നത്, തലമുടിയുടെ നാര് ആരെണ്ണിയിട്ടുണ്ട്? നമ്മുടെ അപ്പനും അമ്മയും പോലെ എണ്ണിയിട്ടില്ല. പിതാവായ ദൈവം പറയാണ്, നിന്റെ തലമുടിയുടെ നാര് പോലും ഞാൻ എണ്ണിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ഏറ്റവും നിസ്സാരമായ നിയോഗങ്ങളിലും ആഗ്രഹങ്ങളിലും കർത്താവ് ഇടപെടുന്നുണ്ട്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയരുത്. നിന്റെ ഇരിപ്പും നിന്റെ നടപ്പും നിന്റെ ഓട്ടവും പരീക്ഷാ ഹോളും എല്ലാം കർത്താവ് വ്യക്തമായി കാണുന്നുണ്ട്. നമ്മുടെ കൈകളെ പിടിച്ച് എഴുതിക്കുവാൻ പരിശുദ്ധാത്മാവ് പരീക്ഷാ ഹോളിലേക്കാണ് വരുന്നത്. സ്വർഗത്തിന്റെ സൈന്യം, മാലാഖ വൃന്ദങ്ങൾ നീ പരീക്ഷ എഴുതുന്ന നിന്റെ കൈകളിൽ വന്നിരിക്കുകയാണ്. ആ ദൈവമായ കർത്താവാണ് പറയുന്നത്, നിന്റെ ഏറ്റവും നിസ്സാരമായ നിയോഗം, ആരോടും പറയാത്ത നിയോഗം പോലും ഞാൻ അത് നിറവേറ്റി തരും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഓരോ നിയോഗങ്ങളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.